ഹവാലി തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഹവാലി പ്രദേശത്തെ സൽമാൻ ഫാരിസി തങ്ങളുടെ എല്ലാം ആ വീട്ടിൻ്റെ എല്ലാം പരിസരത്തുള്ള തോട്ടമാണ് ഈ കാണുന്നത്. പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഈ തോട്ടത്തിൽ എന്താ വിശാലമായ തോട്ടമാണ്. ഏക്കറക്കണക്കിന് സ്ഥലമാണ്. മദീന മുനവൻ്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് പറിച്ച ഈത്തപ്പഴം കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇവിടെ സ്റ്റോർ ഗോഡൗണാണ്, തല്ലാജയാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെയാണ് ഈത്തപ്പഴം സെയിൽ ചെയ്യുന്നത്. തീർച്ചയായും ഇവിടുന്ന് ഇത് അജ്വയാണ്. നമ്മളിപ്പോൾ കൊണ്ടുപോകുമ്പോൾ അസിലി അജ്വയാണ് കൊണ്ടുപോകും. ഹവാലി തോട്ടത്തിൽ തന്നെ നമ്മളെല്ലാം ഗ്രൂപ്പുകൾ പോകുമ്പോൾ ഇത് ഹവാലി തോട്ടത്തിലെ അജ്വ. ഈ അജ്വ തന്നെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. നമ്മൾ ഗ്രൂപ്പിൽ നിന്നുമ്പോൾ നമ്മൾ ഉസ്താദ് നമ്മൾ അമീർ ചുലിസ്ഥാൻ വളരെ ശ്രദ്ധിക്കുക വിഷയത്തിൽ. ഹവാലി തോട്ടത്തിലെ അജ്വ അത് വളരെ പ്രസക്തമാണ്. ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഷോപ്പുണ്ട്. ഷോപ്പിൽ വരണമെന്നൊന്നുമില്ല, ഇവിടുന്ന് വാങ്ങി അല്ലെങ്കിൽ ഇവിടെ ഈ തോട്ടത്തിലെ അജ്വയാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ ഈത്തപ്പഴം കിട്ടാനുണ്ട്. എത്രയോ ഇഷ്ടം പോലെ. ഇത് നല്ല കാണാൻ ചൊങ്കുള്ള ഈത്തപ്പഴം നാട്ടിൽ കിട്ടാനുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഹവാലി തോട്ടത്തിൽ ഷിഫ ഉണ്ടെന്ന് പറഞ്ഞ അജ്വ കിട്ടണമെങ്കിൽ അത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് വാങ്ങണം. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദന്മാർക്ക് അതിനെപ്പറ്റി അറിയും. അവർ പറയുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തോ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് മാസം 6 സംഘം തീർച്ചയായിട്ടും അതെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.